ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. 2.5 കിലോഗ്രാം കഞ്ചാവ് കടത്തി ഒളിവിൽ പോയ പ്രതി വഴിക്കടവ് പോലീസിന്റെ പിടിയിലായി. വഴിക്കടവ് ആശാരിപ്പൊട്ടി മുണ്ട ആനപ്പട്ടത്ത് ഷാക്കിറിനെയാണ് വഴിക്കടവ് ഇൻസ്പെക്ടർ മനോജ് പറയേറ്റ അറസ്റ്റ് ചെയ്തത്. വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുണ്ട ആശാരിപ്പൊട്ടി റോഡിലുള്ള ഒരു വീട്ടിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് വഴിക്കടവ് പോലീസ് സബ് ഇൻസ്പെക്ടർ KG ജോസ് നടത്തിയ പരിശോധനയിലാണ് 2.5 കിലോ കഞ്ചാവ് വീട്ടിൽ നിന്നും കണ്ടെടുത്തത്. വീട്ടിൽ നിന്നും പോലീസ് കഞ്ചാവ് കണ്ടെടുത്ത വിവരം അറിഞ്ഞ പ്രതി സ്ഥലത്തു നിന്നും ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ IPSന്റെ നിർദ്ദേശപ്രകാരം പ്രതിയെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഒളിച്ചു താമസിക്കുന്ന മാമൂട് ചങ്ങനാശ്ശേരിയിലെ സ്ഥലം കണ്ടെത്തുകയായിരുന്നു. തൃക്കോടിത്താഴം പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ആന്ധ്രയിൽ നിന്നും ട്രെയിൻ മാർഗം മറ്റൊരു സുഹൃത്തിന്റെ സഹായത്തോടെ കേരളത്തിൽ വിൽപ്പനയ്ക്കായാണ് കഞ്ചാവ് എത്തിച്ചത്. കൂടുതലും കോളേജ്, സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടത്തുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. മുൻപ് കഞ്ചാവ് ഉപയോഗത്തിന് എടക്കര പോലീസ് സ്റ്റേഷനിലും ഇതര സംസ്ഥാന ജോലിക്കാരുമായി പ്രശ്നമുണ്ടാക്കിയതിന് ഫാറൂഖ് പോലീസ് സ്റ്റേഷനിലും പ്രതിക്കെതിരെ മുൻപും കേസെടുത്തിരുന്നു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വഴിക്കടവ് സബ് ഇൻസ്പെക്ടർ KG ജോസ്, പോലീസുകാരായ അനു മാത്യു, നിജേഷ്, EG പ്രദീപ്, വിനീഷ് മാന്തോടി, ഹരിപ്രസാദ്, PP വിനു, ഡാൻസാഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി, ആസിഫ് എന്നിവരാണ് പ്രതിയെയും കഞ്ചാവും പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, വഴിക്കടവ്. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.